ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അന്ത്യനാളുകളിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും മറക്കാതെ നിർബന്ധമായും ദിവസം തോറും പ്രാർത്ഥിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മറ്റാരും പറഞ്ഞതല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്. എന്തൊക്കെയാണത്? ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനും സദാകാലവും ഉണർന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പി. ഈ വാക്യം ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ അന്ത്യകാലവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രവചന വ്യാഖ്യാനങ്ങൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട്, നമ്മൾ വല്ലാത്തൊരു കാലഘട്ടത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതായത് മാർച്ച് മാസം 13-ാം തീയതി രാവിലെ 9:30 ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് ആണ് ഈ വീഡിയോ പബ്ലിഷ് ആകാനായിട്ട് പോകുന്നത്. ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട്, ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റിങ്ങിലാണ്. രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ രണ്ടുപേരെയും കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു വരുമ്പം ഈ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട്, ഉപവാസമായതുകൊണ്ട് ഒരു ചായ കുടിക്കണമെന്ന് കരുതി കടകളിൽ കയറിയപ്പോൾ ചായ പോലും കിട്ടാനില്ല. സ്ഥിരമായിട്ടൊക്കെ കയറുന്ന ചില കടകളാണ്. അവരുടെയൊക്കെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള നിരാശകൾ തളം കെട്ടി നിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എനിക്ക് വീടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ എനിക്ക് ചായ കിട്ടും. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ധാരാളം ഡ്രൈവർമാർ, ഈ ഹോട്ടലുകളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ എന്തായിത്തീരും ഇതിൻ്റെയൊക്കെ മുൻപോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ക്ഷാമമുണ്ടാകും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ചൊക്കെ കേൾക്കും. ഇതൊക്കെ കർത്താവ് മുന്നമേൽ പറഞ്ഞതാണ്. പക്ഷേ ഇത് അവസാനമല്ല. ഇപ്പോൾ ഈ കാണുന്ന ഈ കഷ്ടതകൾ, ഈ പ്രതിസന്ധികൾ ഒന്നും അവസാനമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കരഞ്ഞ് നിലവിളിക്കാനായിട്ട് പോകുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, ഇതൊന്നും അവസാനമല്ല, ഇതെല്ലാം ഒരാരംഭം മാത്രമാണ്. പക്ഷെ ഞാൻ നിശ്ചയമായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. സോദോം ഗോമോറ പട്ടണങ്ങളെ നശിപ്പിക്കുകയിൽ ലോത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും കുടുംബത്തെയും ദൈവം ഓർത്തെങ്കിൽ, എരിഹോവിനെ നശിപ്പിക്കുകയിൽ രാഹാബ് എന്ന് പറയുന്ന ഒരു അന്യജാതിക്കാരിയായ സ്ത്രീ, അവൾ ഒറ്റുനോക്കാനായിട്ട് വന്നവരോട് പോലും കരുണയും മനസ്സലിവും കാണിച്ചപ്പോൾ ആ പട്ടണത്തെ നശിപ്പിക്കുകയിൽ ദൈവം അവളെയും അവിടെ കുടുംബത്തെയും രക്ഷിച്ച് പരിപാലിച്ചെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൽ ആശ്രയിച്ച് പരമാർത്ഥമായി ദൈവത്തെ മുറുകെ പിടിച്ചു പോകുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ, ഈ പ്രതിസന്ധികൾ, അതിനെ തരണം ചെയ്യാനുള്ള കൃപ ദൈവം കൊടുക്കും. അടുത്തത്, ജീവിക്കാൻ പറ്റാതാകുന്ന സാഹചര്യത്തിന് മുമ്പ് തൻ്റെ തിരുസഭയെ, തൻ്റെ മക്കളെ അവിടുന്ന് വന്ന് കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഞാനും നിങ്ങളും ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താ പറയുന്നത്, ഈ ലോകത്തിന്റെ സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ അവലോകനം ചെയ്യുകയാണ്. നല്ലതാണ്. ഒരു ദൈവപൈതൽ തീർച്ചയായിട്ടും അവലോകനം ചെയ്യണം. നമ്മൾ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അറിയാകുന്നവരായിരിക്കണം. അതിനെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അതിനെ വിവേചിച്ച് മുൻപോട്ട് പോകണം ദൈവവചന അടിസ്ഥാനത്തിൽ. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രാർത്ഥനകൾ, ഇത് ദിവസവും പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനകളാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന പറയുന്നത് ഒലിവറ്റ് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒലിവുമല പ്രഭാഷണം എന്ന് പറയുന്ന ആ ഒരു പ്രഭാഷണത്തിന്റെ ഏറ്റവും ഒടുവിലാണ്. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിലെ അധ്യായമാണ് 21-ാം അധ്യായം. ഞാൻ ആ 21-ാം അധ്യായത്തിലെ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ ഞാൻ ആ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഈ സംഭവിപ്പാനുള്ളതിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു പോകേണ്ടതിന്, രണ്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് ഉണർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. അപ്പം ഈ സംഭവിക്കുവാനുള്ളതിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ്.
അപ്പം എന്താണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്? നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം മുഴുവനും പഠിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ആ കൺഫ്യൂഷന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് 2 തരത്തിലുള്ള പ്രവചനങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, AD 70 യഹൂദന് സംഭവിക്കുവാനായിട്ട് പോകുന്ന ആലയത്തിന്റെ ആ ഒരു നാശവും അതിനുശേഷമുള്ള ലോകരാജ്യങ്ങളിലേക്കുള്ള ചതറിയോടലുകളുമാണ്. രണ്ടാമത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 1948 യഹൂദൻ അവന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന്, അഥവാ അത്തി തളർത്ത് കഴിഞ്ഞതിന് ശേഷം, അത്തി മാത്രമല്ല അത്തി മുതലായ സകല വൃക്ഷങ്ങളും, അതായത് അത്തി യഹൂദന്റെ രാഷ്ട്രീയമായ ആ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അത്തി, മുന്തിരി, അതുപോലെ തന്നെ ഒലിവ്, നമുക്കറിയാം ഇത് മൂന്നും യഹൂദനുമായിട്ട് ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അത്തി എന്ന് പറയുന്നത് യഹൂദന്റെ രാഷ്ട്രീയ അവസ്ഥയാണ്. അപ്പം അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളുക്കുമെന്നാണ്. നിങ്ങൾ ഈ 1948 ശേഷമുള്ള ലോകരാജ്യങ്ങളുടെ വളർച്ചകൾ നിങ്ങൾ നോക്കിയാൽ എല്ലാ വൃക്ഷങ്ങളും തളർത്തിട്ടുണ്ട്, ഇല്ലേ? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ രാജ്യങ്ങളിൽ ഒന്നാണ്. ചൈനയിലേക്ക് നോക്കുക, റഷ്യയിലേക്ക് നോക്കുക, US നോക്കുക, UK, എല്ലാ രാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ ഈ 1950 ശേഷം സാമ്പത്തികമായും അതുപോലെ തന്നെ ഈ പറഞ്ഞ ടെക്നോളജിക്കലി ഒക്കെ എത്രത്തോളം രാജ്യങ്ങൾ കുതിച്ചു ചാട്ടം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഈ തളിർപ്പ് കണ്ട ഒരു തലമുറയാണ് നമ്മുടെ തലമുറ. അപ്പം ഈ ഒരു തലമുറ ഈ തളിർപ്പ് കാണുമ്പോൾ നമ്മൾ നമ്മുടെ കണ്ണുകൾ ഉയരത്തിലേക്ക് നോക്കണം. നിങ്ങളുടെ തല നിവർത്തണമെന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ തല, അതെ, നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്നറിയുക, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തത് കൊണ്ട് തല അതെ പൊക്കുക, നിവർത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ പ്രാർത്ഥനയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. സകല ജാതികളുടെ ഇടയിലേക്കും യഹൂദൻ ചിതറിപ്പോകും എന്നുള്ള കാര്യങ്ങൾ കർത്താവ് അവിടെ പ്രവചിച്ചിട്ടുണ്ട്. അത് AD 70 സംഭവിച്ചു. പക്ഷെ ഈ യേശു പറഞ്ഞ കാര്യങ്ങളിൽ സംഭവിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഈ 21 നമ്മൾ കാണുന്നുണ്ട്. അത് എന്തൊക്കെയാണ്? ജ്യോതിർഗോളങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം, അതായത് ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നത് കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. എന്ത് സംഭവിക്കുവാൻ പോകുന്നുവെന്ന് അറിയില്ല. സൂര്യനിലും ചന്ദ്രനിലുമൊക്കെ അടയാളങ്ങൾ ഉണ്ടാകും. സംഭവിച്ചിട്ടില്ല. അതായത് ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ലോകത്തിലുള്ള മനുഷ്യരെല്ലാം കൂടെ നിർജീവന്മാരാകുന്ന ആ പ്രവചനങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ട് ഇല്ലാത്തത് ആണ്. അടുത്തത്, ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ വലിയ അതേ പരിഭ്രമം ഉണ്ടാകും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സംഭവിക്കാനായിട്ട് പോകുന്നതാണ്. ഇന്ന് നമ്മൾ ഭയങ്കരമെന്ന് കരുതുന്ന ഈ യുദ്ധത്തിന്റെ ശ്രുതികൾ, ഇതൊക്കെ വെറും ആരംഭം മാത്രമാണ്. ഞാൻ പറയട്ടെ, 45 ദിവസത്തിലെ ഗ്യാസ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ടെൻഷനായി. കാരണം എന്തായിത്തീരും? ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഇതിനെയൊക്കെ വലിയ പ്രശ്നമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ വേദപുസ്തകത്തില് ഈ ഭാവിയുമായി ബന്ധപ്പെട്ട്, അന്ത്യകാലവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒന്നുമില്ല. ഞാൻ എന്തുകൊണ്ടാണത് പറഞ്ഞത്? ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിൽ 9 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യുദ്ധങ്ങളെക്കുറിച്ചും കലഹങ്ങളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും, ഞെട്ടിപ്പോകരുത്, അത് ആദ്യം സംഭവിക്കേണ്ടതാണ്, അവസാനമല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധം ഇത് അവസാനമല്ല. ഇനിയും ഇതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് ചില കാര്യങ്ങൾ മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. അതായത് ഗോഗ് മഗോഗ് യുദ്ധം എന്ന് പറയുന്ന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38-39 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു പ്രവചനത്തിലേക്ക് വരുമ്പോൾ ലോകം 2 ചേരിയായി തിരിയണം. അതിലേക്ക് വന്നിട്ടില്ല, പക്ഷെ അതിലേക്കൊക്കെ എത്തും കാര്യങ്ങൾ. പോകട്ടെ, ഞാൻ ആ ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സംഭവങ്ങൾ ഇത് വെറും ഒരു ആരംഭം മാത്രമാണ്.
ഭക്ഷ്യക്ഷാമങ്ങൾ ഉണ്ടാകും, ക്ഷാമങ്ങൾ ഉണ്ടാകും, ദാരിദ്ര്യങ്ങൾ ഉണ്ടാകും, മഹാവ്യാധികൾ ഉണ്ടാകും, ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിക്കാത്ത മഹാകഷ്ടതയുണ്ടാകും. അപ്പൊ കഷ്ടതയുണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മൾ ഇത് കേട്ടിരിക്കാനല്ല. അതാണ് കുറച്ച് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിർബന്ധമായും പ്രാർത്ഥിച്ചിരിക്കണം. രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്കറിയില്ല, പലരും പ്രാർത്ഥിക്കുന്നുണ്ടാകും. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് അവഗണിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയട്ടെ, 45 ദിവസത്തിനുള്ളിൽ ഗ്യാസ് കിട്ടത്തുള്ളൂ. സാധാരണക്കാരായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിനോട് പരാതിപ്പെടാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്താ പറയുന്നത്, സർക്കാർ ഓഫീസുകൾക്ക് നേരെ മാർച്ച് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് നിസ്സഹായരാണ്. ഇത് കിട്ടാത്ത സാധനം എങ്ങനെ കൊണ്ട് കൊടുക്കും? അപ്പൊ ലോക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്സഹായാവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാര്യങ്ങൾ വരുമ്പോൾ സാധാരണക്കാരായി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, ഈ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുമ്പോൾ ദൈവമേ, ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ, ഇതിനെ എന്താ പറയുന്നത്, ഇതിലൂടെ കടന്നു പോവുക എന്നുള്ളതല്ല, ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് തന്റെ സഭയെ പരിപാലിക്കും. ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പീഡനങ്ങളിലൂടെയും ഇനിയും ചിലര് പറയുന്ന ആളുകളുണ്ട്, മഹോപദ്രവം 7 വർഷത്തെ മഹോപദ്രവത്തിലൂടെ സഭ കടന്നു പോകുമെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന ഈ ഒരു ജനസമൂഹത്തെ മാത്രം ഇത്ര കൊടിയ പീഡനങ്ങളിലൂടെ കടത്തിവിടാൻ മാത്രം കർത്താവ് എന്താ പറയുന്നത്, മുഖപക്ഷമുള്ള ദൈവമാണോ? പക്ഷെ ദൈവവചനം എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ സോദോം ഗോമോറ പട്ടണത്തെ നശിപ്പിക്കുകയിൽ ലോത്തിനെ പോലും ദൈവം രക്ഷിച്ചു. ദൈവഭക്തന്മാരെ എല്ലാം ദൈവം പലതിൽ നിന്ന് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അതെ, അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, യെരിഹോവിന്റെ ആ കാര്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകും. ആ ഒഴിഞ്ഞു പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ഒന്നാമത്തേത്, അതേ സംഭവിക്കുവാൻ പോകുന്ന സകലത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനായിട്ട് നിങ്ങൾ സദാകാലവും ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തരും. വലിയ പീഡനങ്ങൾ, വലിയ പ്രതിസന്ധികൾ വരുന്നതിന് മുമ്പ് തൻ്റെ മക്കളെ നിശ്ചയമായും ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും, പരിപാലിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളെ ഒരു പ്രശ്നവുമില്ല, നിസ്സാരമാണെന്ന് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ്? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവർ സമാധാനം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ കർത്താവിന്റെ ദിവസം വരും. ലോകരാജ്യവും ലോക നേതാക്കന്മാരും പറയുന്നത് ഒരു കുഴപ്പവുമില്ല, ഒന്നും സംഭവിക്കത്തില്ല, എല്ലാം ശാന്തമാണ്, എല്ലാം ഭദ്രമാണ്, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ വചനം പറയുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വരവ് സംഭവിക്കും. ആ വരവെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉണർന്നിരിക്കുക, ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടുക. അപ്പം ഞാൻ ഈ പറഞ്ഞ വാക്യം 19-ാം ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിന് തൊട്ടു പിൻപിലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ട് നമ്മളത് പഠിക്കണം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിക്കുക. ഇത് സർവഭൂതലത്തിലും വരും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മുടെ കർത്താവ് ഈ പ്രവചനം പറയുമ്പോൾ, ഈ ഒലിവറ്റ് ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ഈ കാര്യം പറയുമ്പോൾ സർവ്വഭൂമിയിലും വരുമെന്നുള്ള ഒരു കാര്യം ആർക്കും വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, സർവഭൂതലത്തിലും വ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന പ്രശ്നമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവിക്കുന്നതെല്ലാം ലോക സംഭവങ്ങളായിട്ടാണ് മാറുന്നത്. കൊറോണ എന്ന് പറയുന്ന ഒരു മഹാവ്യാധി വന്നപ്പം ലോകത്തിലെ സകല രാജ്യങ്ങളെയും അത് ബാധിച്ചു. എല്ലാ തരത്തിലുള്ള ആളുകളെയും അത് ബാധിച്ചു. ഒരു ലോക്കൽ ഇവന്റ് അല്ലായിരുന്നു. അതൊരു എന്താ പറയുന്നത്, സകല ലോകത്തെയും
അപ്പൊ ശരിക്കും ഈ അന്ത്യകാല പ്രവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ലോക്കൽ ഇവന്റുകളല്ല സംഭവിക്കാൻ പോകുന്നത്. സംഭവിക്കുന്നതെല്ലാം സർവ ഭൂതലത്തിലും സംഭവിക്കുന്ന പ്രശ്നങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പൊ സർവ്വഭൂതലത്തിലും ആ ദിവസം വരുമെന്നാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ എന്താ പറയുന്നത്, ഒഴിഞ്ഞു പോകേണ്ടതിന് നമ്മുടെ ഹൃദയം അതിഭക്ഷണത്താലും അതേ മദ്യപാനത്താലും ഉപജീവന ചിന്തകളാൽ, സത്യമല്ലേ, ഉപജീവനത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ് മനുഷ്യൻ. ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുമ്പോഴും തീ കത്തി ഇറങ്ങുമ്പോഴും മനുഷ്യന് പണിയണം, തിന്നണം, കുടിക്കണം, ജീവിക്കണം, നാളത്തേതിനു വേണ്ടി മനുഷ്യൻ ഓടുകയാണ്. ഒന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊന്നും നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തരുത്, നമ്മുടെ പ്രത്യാശയെ ഇല്ലാതാക്കി കളയരുത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ മുമ്പിൽ, അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ദൈവസന്നിധിയിൽ ആഴമായ ഒരു ആശ്രയവും സമർപ്പണവും നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞ് പോകേണ്ടതിന്. ഈ ഫിലദൽഫിയ സഭയോട് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, ഈ ദൂത് പറയുമ്പോൾ എഴുതിയിരിക്കുന്നത്, ഭൂമിയിൽ വസിക്കുന്നവരെയെല്ലാം പരീക്ഷിക്കുവാനായി പോകുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. അപ്പൊ കാക്കുമെന്ന് തന്നെയാണ്. നോക്കിക്കേ, അങ്ങനെ കാക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമ്മെ കാക്കുന്ന ദൈവമാണ്, ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, ഒഴിഞ്ഞു പോകാനായി നമ്മൾ പ്രാർത്ഥിക്കുക. ഈ സംഭവിക്കാൻ പോകുന്ന സകലത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ കർത്താവേ, ആമേൻ, ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ട്, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ദൈവസന്നിധിയിൽ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു ഭയവും ഗൗരവവും ഒക്കെ ഉണ്ട്. എന്നോട് നിങ്ങളോടുമൊക്കെ ദൈവം തമ്പുരാൻ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്, കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്നുള്ളതാണ്. വിശുദ്ധന്മാർക്കും ഒരു ന്യായവിധി ഉണ്ട് എന്നാണ് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത്. അപ്പോസ്തലനായ പൗലോസ് പോലും തൻ്റെ എഴുത്തുകളിൽ തൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തവരോട് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് എനിക്ക് പുകഴ്ച ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ന് ഓരോരുത്തന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അപ്പൊ നമ്മുടെ ഉദ്ദേശവും നമ്മുടെ പ്രവൃത്തികളും നമ്മൾ എന്ത് ഉദ്ദേശത്തോടു കൂടി ഒരു കാര്യം ചെയ്തു എന്നുള്ളതുമായ സകല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്ന് നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ന്യായവിധി നിത്യ നരകത്തിലേക്കുള്ള ന്യായവിധിയല്ല, പ്രതിഫലം തരാനായിട്ടുള്ള ആ ഒരു ദിവസമാണ്. അപ്പൊ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന് ഉണർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഭാവിക്ക് വേണ്ടിയും നമ്മുടെ സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പ്രാർത്ഥനയോടൊപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രാർത്ഥനകൾ ഗൗരവമായി നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളിൽ ചേർത്ത് വെക്കുകയും ചെയ്യേണ്ടുന്നതാണ്. അത് കർത്താവ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മളിത് പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. എന്താണ്? സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതിന്. രണ്ട്, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന്. കർത്താവേ, ഞാനതിന് പ്രാപ്തനാണോ? അവിടുത്തെ കാഹളം ധ്വനിക്കുമ്പോൾ, അവിടുന്ന് വരുമ്പോൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ ലജ്ജയില്ലാതെ നിൽക്കേണ്ടതിന്, അതെ, ലജ്ജിക്കപ്പെടാതിരിക്കേണ്ടതിന്. യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ ലജ്ജിക്കാതിരിക്കേണ്ടതിന് അവനിൽ വസിപ്പീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ക്രിസ്തുവിൽ നമ്മൾ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലജ്ജയില്ലാതെ അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് നിലകൊള്ളുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ ഈ ഒരു അന്ത്യകാലത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തിരിക്കട്ടെ. ധാരാളം പ്രവചനങ്ങൾ, ധാരാളം വ്യാഖ്യാനങ്ങൾ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്നതെല്ലാം നല്ലതാണ്, മനസ്സിലാക്കുക, പ്രത്യാശ വർദ്ധിപ്പിക്കുക. പക്ഷേ പ്രാർത്ഥനകൾ കുറയ്ക്കരുത്. ഈ രണ്ട് പ്രാർത്ഥനകൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗങ്ങളാക്കി മാറ്റുക. സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാനായിട്ട് പ്രാർത്ഥിക്കുക. രണ്ട്, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് നമ്മെ തന്നെ ഒരുക്കുകയും പ്രാർത്ഥിക്കുകയും ഉണർന്നിരിക്കുകയും ചെയ്യുക. ആത്മീക ഗൗരവമുള്ളവരായി നമുക്ക് തീരാം. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.